കണ്ണൂർ പയ്യന്നൂരിൽ ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്മയും മകനും കൊച്ചുമക്കളും അടങ്ങിയ കുടുംബമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. അങ്ങനെ കുടുംബക്കാർ തന്നെ അങ്ങനെ ഉണ്ടല്ലോ. ഏതായാലും ഇത്തരത്തിലുള്ള സുന്ദരി കുട്ടികളെ കാണുമ്പോഴൊക്കെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു വിവാഹാലോചന നടത്താറുണ്ട്. അവിടെ പഠനം പൂർത്തിയാക്കിയാൽ ഞാൻ അവരെ കെട്ടിക്കൊള്ളാം എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അതുപോലെയാണ് കുടുംബത്തിൽ ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ മകളെ എൻ്റെ മകനിക്ക്, കാരണം തീർച്ചയായും അവളുടെ പഠനം കഴിഞ്ഞാൽ വിവാഹം ജീവിതം ത്തിൽ എൻ്റെ മകനെ ഏൽപ്പിക്കണം എന്ന രീതിയിലൊക്കെ സംസാരമൊക്കെ നടന്നു. പക്ഷേ ആ കുടുംബത്തിന് അത്ര വലിയ തൃപ്തി ഉണ്ടായിരുന്നില്ല. കാരണം ഒരേ കുടുംബത്തിൽ അങ്ങനെ ഒരു ബന്ധം വേണ്ട എന്നായിരുന്നു ആ കുടുംബത്തിന്. എന്നാലും 10ാം ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം ആ പെൺകുട്ടിക്ക് ജീവിതത്തിൽ വലിയ അസ്വസ്ഥതയാണ്, വയറുവേദന, അങ്ങനെ പലവിധ അസുഖങ്ങളാണ്. ഈ അസുഖങ്ങളെ തുടർന്ന് പല ചികിത്സകൾ നടത്തിയാൽ ഈ ചികിത്സയിൽ ഈ രോഗം ശിഫയാകുന്നില്ല. അങ്ങനെ പല ഉസ്താദന്മാരെയും പല ഈ മന്ത്രവാദികളുമായിട്ട് പലരുമായി ബന്ധപ്പെട്ടപ്പോൾ അതിലൊരു മന്ത്രവാദിയായ ഒരു ഉസ്താദുമായി ബന്ധപ്പെട്ട സമയത്ത് പറയുന്നത് കൈവിഷമുണ്ട് എന്നാണ്. കൈവിഷം എന്ന് പറഞ്ഞാൽ, കാരണം ഈ ഇഷ്ടമില്ലാത്തവരുടെ മനസ്സിലൊരു സ്നേഹമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു തരം മന്ത്രം കൈവിഷം അവരുടെ ശരീരത്തിൽ, അതാണ് ഈ വയറുവേദനയുടെ കാരണമെന്ന് പറഞ്ഞ് അങ്ങനെ അതിനുള്ള ചികിത്സകൾ നടത്തി. അങ്ങനെ നിരന്തരമായ ചികിത്സകളാണ്. ഈ ചികിത്സയിലും ഇതൊന്നും ഷിഫയാകുന്നില്ല. ഈ ഉസ്താദിൻ്റെ ഒരു പതിവാണ്. കാരണം ഇത്തരക്കാരുടെ പലവിധ ഏർവാടി, പല ദർഗകൾ കൊണ്ടുപോയി അവർക്കുള്ള സിഹിറും അതുപോലെ ഇത്തരത്തിലുള്ള കൈവിഷയങ്ങൾ ബാത്തിലാക്കുന്ന ഒരു അയാളുടെ ശീലമാണ്. പലരും കൊണ്ടുപോകും. ആ കൂട്ടത്തിൽ ഈ പെൺകുട്ടിയും പലയിടത്ത് കൊണ്ടുപോയി, ഏർവാടികൾ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു. അവിടെ എന്തെങ്കിലും ഇതിലേക്ക് ഷിഫയാകുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പല രീതിയിൽ. എന്നാലും ഇത് അത്ര വലിയ ഷിഫയിലേക്കൊന്നും എത്തിയില്ല. പിന്നെ നീണ്ട ചികിത്സയിലൂടെ ചെറിയൊരു ആശ്വാസമുണ്ട് എന്ന് മനസ്സിലായി. പിന്നെ ഉസ്താദ് പറഞ്ഞു, ഏതായാലും അവളുടെ പിന്നെ +2 വിദ്യാഭ്യാസം എല്ലാം മുടങ്ങി. പിന്നെ ജീവിതത്തിൽ പിന്നെ ഒരു വിവാഹത്തിലേക്കല്ലാതെ മറ്റൊന്നും നടക്കൂല എന്ന് മനസ്സിലാക്കിയ കുടുംബം ആ ഉസ്താദിൻ്റെ അറിവിൽപ്പെട്ട ഒരാൾക്ക് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയും അങ്ങനെ ഒരു വിവാഹം അവർക്ക് നടന്നു. ആ വിവാഹത്തിലൂടെ അവരുടെ ആദ്യ കാലഘട്ട ദാമ്പത്യ ജീവിതം എല്ലാവരെ പോലെ വലിയ സന്തോഷത്തിലും വലിയ റാഹത്തിലുമായിരുന്നു. സന്തോഷത്തിൽ കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് അവരുടെ ജീവിതത്തിൽ ചെറിയ അസ്വസ്ഥത. കാരണം ഈ 2 വിഭാഗം ആളുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം കൂടിയവരാണ്. ഒരുപാട് തങ്ങന്മാർ സയ്യിദന്മാർ എന്ന് പറഞ്ഞ്, യഥാർത്ഥ തങ്ങന്മാർ സയ്യിദന്മാരുടെ ഇടയിലല്ല. ഏതെങ്കിലും ഒരു തങ്ങന്മാർ, തങ്ങളല്ലെങ്കിലും തങ്ങളെന്ന് പറയുന്ന ആൾക്കാരുടെ അടുക്കൽ പോയി ഇത്തരത്തിലുള്ള ചികിത്സ രീതികൾ സ്വീകരിക്കുന്നവരെ അന്ധവിശ്വാസികൾ. 2 പേരും അന്ധവിശ്വാസികളാണ്. ഭർത്താവിൻ്റെ അന്ധവിശ്വാസത്തിൽ വന്നത്, കാരണം ഇവൾ ആദ്യം നിക്കാഹ് കഴിക്കുമ്പോൾ തന്നെ ഇവളെ ഏർവാടിയിലേക്കൊക്കെ കൊണ്ടുപോയതല്ലേ, ഇവളെ കൊണ്ടാണ് ഞാൻ ഇത്രയും ജീവിതത്തിൽ ഇത്ര അധപ്പതിക്കാൻ കാരണമെന്ന്. അങ്ങനെ ഇവരുടെ ഈ അന്ധവിശ്വാസം കാരണം ഇവർക്കുള്ള ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ തുടങ്ങി. അങ്ങനെ അവസാനം ഈ പെൺകുട്ടി വീട് വിട്ട് തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരു ഇഷ്ടവുമില്ല. അതിനിടയ്ക്ക് അവർക്കൊരു കുഞ്ഞുണ്ടാകുന്നു. ആ കുഞ്ഞുമായി അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവളുടെ തീരുമാനം. ആ സമയത്താണ് ഇവൾക്ക് മനസ്സിൽ തോന്നിയത്, എനിക്ക് പഠിക്കണം, എനിക്ക് പഠിച്ച് നല്ല നിലയിലെത്തണം. അവരുടെ പഠനം അവൾ തുടർന്നു. അങ്ങനെ ഡിഗ്രിയിലേക്ക് പഠിക്കാൻ വേണ്ടി പഠനം തുടർന്നു. അങ്ങനെ പഠനം തുടർന്നതിനിടയ്ക്കാണ് അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളുമായി ഒരാളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു. അവരുടെ ദാമ്പത്യ ജീവിതം പിന്നെ വളരെ സന്തോഷകരമായി പോയി. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നോക്കൂ, ഈ ഒരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി. ഈ പ്രശ്നങ്ങൾക്കിടയിൽ 2 കുട്ടികളെയും ഈ ഭർത്താവ് കൊന്നുകളഞ്ഞു. എന്തിനാണ് കൊന്നുകളഞ്ഞത്? കുട്ടികൾ വേണം എന്നാണ് ഭാര്യ പറയുന്നത്. ഭാര്യ കുട്ടികൾ വേണമെന്ന് പറയുന്നു. കുട്ടികൾ വേണമെന്ന് പറയുമ്പോൾ ഭർത്താവ് അത് കൊടുക്കാൻ സമ്മതിക്കാതെ തൻ്റെ മക്കളെ കൊന്നുകളഞ്ഞു. നോക്കൂ, ഇവിടെ ജീവിതത്തിൻ്റെ ഒരു അധപ്പതനം. ദാമ്പത്യ ജീവിതത്തിൽ തീർച്ചയായും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതാണ്. എത്ര ആളുകളുടെ ജീവിതത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ വാക്കുകളെ കൊണ്ടത് പിന്നെ നല്ല സന്തോഷത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ വലുതാക്കിക്കൊണ്ട് അതിനെ ദാമ്പത്യത്തിൽ തൻ്റെ പിഞ്ചു മക്കളെ പോലും വിടാതെ കൊന്നുകളയുന്ന എത്ര എത്ര കുടുംബങ്ങളാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ തീർച്ചയായിട്ടുണ്ടാകും. ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾ അത് പൊരുതി നേടാനുള്ളതാണ്. അതല്ലാതെ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ജീവിതം വന്ന് തകർത്ത് കളയാനുള്ളതല്ല.
എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. നോക്കൂ, 2 മക്കളുടെ ജീവനാണ് നഷ്ടപ്പെട്ടു പോയത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.